നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്നറിയോ? കൂട്ടുകാരന്റെ പേരിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. അതിൽ ഒന്നിന്റെ പ്രമാണമാണ് ഇതെന്നല്ലേ പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞത്? പ്രിയൻചേട്ടന്റെ വീടിന്റെ ആധാരാണെന്ന് എന്നോട് പറഞ്ഞെങ്കിൽ ഞാനത് സമ്മതിക്കായിരുന്നില്ല. സർ, ആ ലോൺ വേണ്ട, ആധാരം തിരിച്ചെന്നാ മതി. എടുത്തിട്ട് തന്നെ കൊണ്ടുവയ്ക്ക്. പിടിക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, ആരും സഹായിക്കാൻ തയ്യാറല്ല. മരിച്ചാൽ അടക്കാൻ ഒരു തരി മണ്ണ് പോലും ബാക്കിയില്ലെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ കരഞ്ഞു എന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമമായി. വേറൊരു വഴിയും കാണാത്തോണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. വേണ്ട പ്രിയൻചേട്ടാ, എന്റെ ചേട്ടൻ ഇതുപോലൊരു ചതി ചെയ്തതുകൊണ്ടാ എന്റെ കുടുംബത്തിന് ഈ അവസ്ഥ വന്നത്. പ്രിയൻചേട്ടനും ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. അമ്മയോട് പറഞ്ഞിട്ടാണോ ഈ ആധാരം പ്രിയൻചേട്ടൻ കൊണ്ടുവന്നത്? പറയൂ പ്രിയൻചേട്ടാ, അമ്മയുടെ സമ്മതത്തോടെയാണോ പ്രിയൻചേട്ടൻ ഇത് ചെയ്തത്? അല്ലാന്ന് എനിക്കറിയാം. ഈ ഒരു തെറ്റ് മതി പ്രിയൻചേട്ടനും പ്രിയൻചേട്ടന്റെ അമ്മയും ശത്രുക്കളാവാൻ. കുടുംബത്തിന്റെ സമാധാനം എന്നേക്കുമായിട്ട് നശിക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. ദൈവത്തെ ഓർത്ത് പ്രിയൻചേട്ടൻ ഇതെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്ക്. ഈ പറഞ്ഞതല്ലേ എനിക്കും അറിയാം. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അമ്മ അറിയുന്നതിന് മുമ്പ് ഞാൻ ഇത് ഇവിടുന്ന് തിരിച്ചെടുത്തിരിക്കും. ഇത് കാരണം എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. നീ ഒന്നും പറയണ്ട സർ, എത്രയും പെട്ടെന്ന് ഇത് പ്രൊസീഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ വീടും പുരയിടത്തിന്റെ ഉടമസ്ഥ ഇവിടെ വരണം. സർ, ആരുടെയോ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ലോൺ തരണമെന്ന് പറഞ്ഞാൽ ലോൺ തരാൻ കഴിയൂ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ശോഭ ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. പെട്ടെന്ന് പോയി അവരെ വിളിച്ചോണ്ട് വാ, ഞാൻ ലോൺ തരാം. സർ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ശോഭ എന്റെ അമ്മയാണ് സർ. അമ്മയ്ക്ക് ഇവിടെ വരാൻ കഴിയില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല സർ. എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. എവിടെ വേണമെങ്കിലും ഞാൻ സൈൻ ചെയ്ത് തരാം. സർ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. പെട്ടെന്ന് ഈ ലോണൊന്ന് പാസ്സാക്കി തരണം സർ. സർ, പ്ലീസ് സർ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ശോഭ ഇവിടെ വരാതെ ലോൺ തരാൻ കഴിയില്ല. വെറുതെ ബുദ്ധിമുട്ടിക്കാതെ പോവാൻ നോക്ക്. സർ, പ്ലീസ് സർ. ശോഭ ഇവിടെ വരാതെ ലോൺ തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറൊന്നും എനിക്ക് പറയാനില്ല. സർ, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കൂ സർ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ക്യാഷ് കിട്ടാതെ ഞാൻ വരില്ല സർ. പ്ലീസ് സർ. സെക്യൂരിറ്റി, സർ പ്ലീസ്. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഞാൻ പറയുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സർ. സർ, എത്ര അവസ്ഥ ഉണ്ടോ സർ ചോദിക്കുന്നത്? സർ പ്ലീസ് സർ, ഞാൻ പറയുന്നത് കേൾക്കണം സർ. സർ, ഓരോന്ന് വന്ന് കേറിക്കോളും. ആരുടെ ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വന്നിട്ട് ലോൺ വേണോ അത്രേ? ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. ആ ഫ്രോഡിന് വേണ്ടി സാറിന്റെ സമയം വേസ്റ്റ് ആക്കി. വരൂ സാർ. വെയിറ്റ്, എന്താ പ്രശ്നം? തട്ടിപ്പ്, അല്ലാതെന്താ? സാറ് വരൂ. വരാം, 1 മിനിറ്റ്. എന്താ പ്രശ്നമെന്ന് ക്ലിയർ ആയിട്ട് പറയൂ. കൂടെയുള്ള ആ പെൺകുട്ടി ഇവിടെ ഉള്ളതൊന്നുമല്ല. ഇവിടെ ഏതോ ഒരു കമ്പനിയിൽ ജോലി കിട്ടി വന്നതാ. നാട്ടിലുള്ള അവളുടെ ഭൂമി നഷ്ടപ്പെടാൻ പോവാണത്രേ. അത് തിരിച്ചു കിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്ത് കടം വീട്ടണം. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 10 ലക്ഷം രൂപയുടെ കടം? അതെ സർ. കൂടെയുള്ളത് അവളുടെ കൂടെ ജോലി ചെയ്യുന്നയാളാ. അയാൾക്ക് അവളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് അയാളുടെ അമ്മയുടെ പേരുള്ള ആധാരം അമ്മ അറിയാതെ എടുത്തോണ്ട് വന്ന് പണയം വെക്കാൻ നോക്കി.
അമ്മ ഇവിടെ വന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ ലോൺ തരാൻ കഴിയൂന്ന് ഞാൻ പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ ഞാൻ സെക്യൂരിറ്റിയെ കൊണ്ട് പിടിച്ച് പുറത്താക്കിച്ചു. ഞാൻ വേറെ എന്താ ചെയ്യുക? അവർക്ക് 10 ലക്ഷം രൂപ വേണമല്ലേ? അതെ സർ. ശോഭ ഇവിടെ വന്ന് സൈൻ ചെയ്യാതെ ഞാൻ എങ്ങനെ ലോൺ അനുവദിക്കും? അല്ല, എനിക്ക് എത്ര രൂപ ലോൺ അനുവദിക്കും? 1 കോടി രൂപ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ 1 കോടി 10 ലക്ഷം രൂപ വേണം. അതില് 10 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് കിട്ടണം, ക്യാഷ് ആയിട്ട്. ഈസ് ദാറ്റ് പോസിബിൾ? ഷുവർ സർ. സാർ വരും.